നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള കലാമണ്ഡലത്തിൽ അനധികൃത നിയമനം ആരോപിച്ച് വള്ളത്തോൾ നഗർ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലാമണ്ഡലം ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം. നിയമനം നടത്തണമെന്നും കുത്തിയിരിപ്പ് സമരത്തെ പ്രതികൂലിച്ചും വിദ്യാർത്ഥികൾ രംഗത്ത് വന്നത് സംഘർഷത്തിനിടയാക്കി. സംഘർഷാവസ്ഥ രൂക്ഷമായതോടെ കുന്നംകുളം ACP മുരളീധരന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. കേരള കലാമണ്ഡലത്തിൽ കോൺഗ്രസ് നടത്തിയ അക്രമത്തെ ചെറുക്കണമെന്ന് DYFI. ആവശ്യത്തിന് അധ്യാപകരില്ലാത്ത സാഹചര്യത്തിൽ നിയമപരമായ നടപടികൾ സ്വീകരിച്ച് നടത്തിയ ഇന്റർവ്യൂ തടയാൻ ശ്രമിച്ച കോൺഗ്രസ് നടപടി തികച്ചും അപലപനീയമാണെന്നും നേതാക്കൾ. പാലക്കാട് കിഴക്കൻ മേഖലയിലെ 28 കുട്ടികളുടെ സംശയാസ്പദ മരണം അന്വേഷിക്കാൻ സർക്കാർ പ്രത്യേക സംഘത്തെ നിയമിക്കണമെന്ന് ബാലാതിക്രമ വിരുദ്ധ സമിതി. 28 കുട്ടികളിൽ 14 കുട്ടികൾക്കും മരണത്തിന് മുൻപ് ക്രൂരമായ പീഡനവും മർദ്ദനവും ഏറ്റിട്ടുണ്ടെന്ന് വ്യക്തമായതായും സമിതി. സ്വാഭാവിക മരണമായി എഴുതിത്തള്ളുന്ന ലോക്കൽ പോലീസിന്റെ സമീപനം അന്വേഷണ പരിധിയിൽ വരണമെന്നും ബാലാതിക്രമ വിരുദ്ധ സമിതി ചെയർമാൻ വെളയോടി വേണുഗോപാൽ. CC മുകുന്ദൻ MLA ആയിരിക്കെ വ്യാജൊപ്പിട്ട് പണം തട്ടിയെന്ന പരാതി. പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന മസൂദ് K വിനോദ് പിടിയിൽ. ഒളിവിൽ കഴിയായിരുന്ന മസൂദിനെ പിടികൂടിയത് അന്തിക്കാട് പോലീസ്. ദുരിതമൊഴിയാതെ കുളപ്പുള്ളി ഷൊർണൂർ പാതയിലെ കുഴികളടച്ച് തകർച്ച പരിഹരിക്കാൻ ഇക്കഴിഞ്ഞ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ ബസ് ഓപ്പറേറ്റേഴ്സ് സംഘടനാ പ്രതിനിധികളും തൊഴിലാളികളും PWD അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്നും ആക്ഷേപം. ദുരിതം പേറുന്നതേറെയും ഇരുചക്രവാഹനക്കാർ. വാർത്തകൾ വിശദമായി. കേരള കലാമണ്ഡലത്തിൽ അനധികൃത നിയമനം ആരോപിച്ച് വള്ളത്തോൾ നഗർ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലാമണ്ഡലം ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചു. പിണറായി വിജയന്റെ ഉച്ഛിഷ്ടം താങ്ങുന്ന കുറെ ആളുകൾ അതിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് എന്തു കൊള്ളരുതായ്മയും ചെയ്യാമെന്നുള്ള ദാസ്യം അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അത് മാറ്റിവെച്ചേക്കെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഞങ്ങൾ ഇന്നലെ DCയെയും അതുപോലുള്ള ഒരാളെ ഇന്നലെ കാണുകയുണ്ടായി. DCയെ കണ്ട് കാര്യങ്ങൾ മുഴുവൻ സംസാരിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നതേയുള്ളൂ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുമ്പോൾ പിണറായി എഴുതി കൊടുക്കുന്നത് വായിക്കുകയും പിണറായിക്ക് എഴുതി കൊടുക്കുന്നത് വായിക്കുകയും ചെയ്യുന്ന ആളുകൾ, അദ്ദേഹം പറയുന്നത് മാത്രം എല്ലാം നടപ്പാക്കുന്ന ആളുകൾ, ആ നടപ്പാക്കുന്ന രീതിയിലല്ല ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PA ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. മറ്റ് നേതാക്കളായ മായ ഉദയൻ, പത്മജ തുടങ്ങി നിരവധി നേതാക്കന്മാർ സംസാരിച്ചു. കുന്നംകുളം SPയുടെ നേതൃത്വത്തിൽ ഉന്നത പോലീസ് സംഘം കലാമണ്ഡലത്തിൽ എത്തിയിരുന്നു. രാവിലെ മുതലേ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ കലാമണ്ഡലത്തിന്റെ 2 ഗേറ്റിൽ കാവൽ നിൽക്കുകയും ഇന്റർവ്യൂവിന് വരുന്ന ആളുകളെ തടയാനുള്ള നടപടികളും ആരംഭിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. നിയമനം നടത്തണമെന്നും കുത്തിയിരിപ്പ് സമരത്തെ പ്രതികൂലിച്ചും കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾ രംഗത്ത് വന്നതോടെ സമരാനുകൂലികളും പ്രതികൂലികളും തമ്മിൽ നേരിയ സംഘർഷാവസ്ഥയുണ്ടായി. സംഘർഷാവസ്ഥ രൂക്ഷമായതോടെ കുന്നംകുളം ACP മുരളീധരന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. വെള്ളത്തോളം മുകുന്ദരാജിയും അടുത്തുയർത്തിയ പ്രസ്ഥാനത്തെ അച്ചു തകർക്കാൻ നോക്കുന്നവരെ കൂത്തമ്പലത്തിൽ ഇന്റർവ്യൂ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് കൂത്തമ്പലത്തിന് മുന്നിൽ സമരം നടത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ കൂത്തമ്പലത്തിന് സമീപം എത്തി എതിർ മുദ്രാവാക്യം മുഴക്കുകയും ഇതോടെ നേരിയ തോതിൽ സംഘർഷമുണ്ടാവുകയും ചെയ്തു. നമ്മളിവിടെ അപേക്ഷ കൊടുത്തതിന് തുടർന്നിട്ടാണ് ഇവിടെ ഇന്ന് നിയമനം നടക്കാൻ പോകുന്നത്. അതേപോലെ ചീഫ് വാർഡൻ കുട്ടികൾക്ക് അത്യാവശ്യമായ കാര്യമായ ചീഫ് വാർഡൻ എടുക്കാനുള്ള ഇന്റർവ്യൂ നടന്നപ്പോഴും ഇതേ പുറത്തുള്ള ആൾക്കാർ വന്നിട്ട് തടയും. അവരുടെ ഭരണകൂടം വരാതെ ഇവിടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തടഞ്ഞാണ്. ഇത് വിദ്യാർത്ഥി യൂണിയനുടെ ഭാവിയിൽ പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. അരങ്ങേറ്റം എന്നുള്ള കാര്യം ഇപ്പോൾ ഓഗസ്റ്റിൽ നടക്കാൻ പോകുന്ന അരങ്ങേറ്റം അധ്യാപകരില്ലാത്തതുകൊണ്ട്, മതിയായ രീതിയിൽ അധ്യാപകരില്ലാത്തതുകൊണ്ട് അതടക്കം മുടങ്ങും. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഭാവിക്കാണ് ഇത് ദോഷം വരുന്നത്. ഓരോ അധ്യാപകർ വരുന്നത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ഞങ്ങളുടെ ക്ലാസ്സുകളാണ് മുടങ്ങിപ്പോകുന്നത്. ഞങ്ങളുടെ അക്കാദമിക് ഇയറാണ് ലാഗായി പോകുന്നത്. അതിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ കൂടിച്ചേർന്ന് ഇങ്ങനൊരു കൂട്ടായ്മയായി നിൽക്കുന്നത്. ഇതിൽ ഇവർ ഈ രാഷ്ട്രീയം കൂടി കലർത്തിക്കൊണ്ട് 500ഓളം വിദ്യാർത്ഥികളുടെ ഭാവിയാണ് തകർക്കാൻ ശ്രമിക്കുന്നത്. അത് ഞങ്ങൾ തീർച്ചയായും പ്രതിഷേധിക്കുകയും ഇതുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. എന്ത് വന്നാലും ഞങ്ങൾ ഇന്റർവ്യൂ നടത്തുക തന്നെ ചെയ്യും. അധ്യാപകർ വരേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. ഇന്നലെ അതുപോലെ VC നടത്തിയ ന്യൂസിന്റെ പിറ്റ് പോലും ഇന്നലെ അവർ പുറത്തുവിട്ടിട്ടില്ല. തുടർന്ന് കുന്നംകുളം ASP മുരളീധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തി കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള കലാമണ്ഡലത്തിൽ കോൺഗ്രസ് നടത്തിയ അക്രമത്തെ ചെറുക്കണമെന്ന് DYFI ആവശ്യപ്പെട്ടു. ആവശ്യത്തിന് അധ്യാപകരില്ലാത്ത സാഹചര്യത്തിൽ നിയമപരമായ നടപടികൾ സ്വീകരിച്ച് നടത്തിയ ഇന്റർവ്യൂ തടയാൻ ശ്രമിച്ച കോൺഗ്രസിന്റെ പ്രവർത്തികൾ അപലപനീയമാണെന്നും നേതാക്കൾ പറഞ്ഞു.
8ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികളാണ് കലാമണ്ഡലത്തിൽ പഠിച്ചു വരുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് ഇവിടെയുള്ളത്. ഇവിടേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇരച്ചു കയറിയും ഏറെ പവിത്രമായി കണക്കാക്കുന്ന കൂത്തമ്പലത്തിന്റെ മുന്നിൽ വെച്ച് വിദ്യാർത്ഥികളുമായി സംഘർഷത്തിൽ ഏർപ്പെടാനുമാണ് ഇന്ന് കോൺഗ്രസ് തയ്യാറായത്. ഇത് തികച്ചും അപലപനീയമാണെന്നും അക്രമവുമായി കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരള കലാമണ്ഡലത്തെ സംരക്ഷിക്കാൻ ഡിവൈഎഫ്ഐ രംഗത്തിറങ്ങുമെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ അറിയിച്ചു. കലാമണ്ഡലത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയൊരു അതിക്രമമാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു കേന്ദ്രത്തിലേക്ക് അതിൻ്റെ എല്ലാ ഗേറ്റുകളും തകർത്ത് ഇരച്ചു കയറിക്കൊണ്ട് കലാമണ്ഡലത്തിൻ്റെ കൂത്തമ്പലം ഉൾപ്പെടെയുള്ള അത്ര പവിത്രമായ സ്ഥലം ഉൾപ്പെടെ വലിയ അക്രമത്തിന് വേദിയാക്കുന്ന രീതിയിലാണ് കോൺഗ്രസ് ഇവിടെ ഒരു അക്രമം ഇവിടെ കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് തികച്ചും അപലപിക്കപ്പെടേണ്ടതാണ്. ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ പറ്റാത്ത കാര്യമായിട്ടാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള പ്രവർത്തനവുമായിട്ട് ഈ പ്രദേശത്തെ കോൺഗ്രസ് മുന്നോട്ട് വരികയാണെങ്കിൽ ഡിവൈഎഫ്ഐ വള്ളത്തോൾ നഗർ ബ്ലോക്ക് കമ്മിറ്റി എന്നുള്ളതിലേക്ക് കലാമണ്ഡലത്തെ സംരക്ഷിക്കാൻ വേണ്ട നടപടിയുമായി ഞങ്ങളും മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാലക്കാട് കിഴക്കൻ മേഖലയിലെ 28 കുട്ടികളുടെ സംശയാസ്പദ മരണം അന്വേഷിക്കാൻ സർക്കാർ പ്രത്യേക സംഘത്തെ നിയമിക്കണമെന്ന് ബാലാതിക്രമ വിരുദ്ധ സമിതിയുടെ ആവശ്യം. 28 കുട്ടികളിൽ 14 കുട്ടികൾക്കും മരണത്തിന് മുൻപ് ക്രൂരമായ പീഡനവും മർദ്ദനവും ഏറ്റിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായതായും സംഘടനാ നേതാക്കൾ പറഞ്ഞു. സ്വാഭാവിക മരണമെന്നാക്കി എഴുതിത്തള്ളുന്ന ലോക്കൽ പോലീസിന്റെ സമീപനം അന്വേഷണ പരിധിയിൽ വരണമെന്നും ബാലാതിക്രമ വിരുദ്ധ സമിതി ചെയർമാൻ വിളയോടി വേണുഗോപാൽ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2010-നും 2023-നും ഇടയിൽ പാലക്കാട് അതിർത്തി പ്രദേശത്ത് 28 കുട്ടികളാണ് മരണപ്പെട്ടത്. സമിതിയുടെ അന്വേഷണത്തിൽ 14ഓളം കുട്ടികൾ ക്രൂരമായ പീഡനത്തിനും മർദ്ദനത്തിനും ഇരയായിട്ടുണ്ട്. കുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട പോലീസ് എഫ്ഐആർ, പോലീസ് മെഡിക്കൽ റിപ്പോർട്ടുകൾ തുടങ്ങിയവ പരിശോധിക്കുകയും സ്വകാര്യ അന്വേഷണം നടത്തുകയും ചെയ്തപ്പോഴാണ് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് വ്യക്തമായത്. കൊലപാതകമാണോ എന്ന് സ്ഥിരീകരിക്കാനായി പോലീസ് സർജന്മാരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും സമീപിച്ചിരുന്നു. 9-നും 13-നും ഇടയ്ക്ക് പ്രായമുള്ളവരാണ് തൂങ്ങി മരിച്ചതായി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വീട്ടിലെ പ്രശ്നം, പരീക്ഷയിലെ മാർക്ക് കുറവ് തുടങ്ങിയ കാരണങ്ങളാണ് പോലീസ് ക്ലോഷറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടികളുടെ മരണം കൊലപാതകമാണെന്ന് വ്യക്തമായതോടെയാണ് ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തത്. ഈ ഹർജിയിലാണ് CBIയോട് കോടതി റിപ്പോർട്ട് നേടിയിരിക്കുന്നത്. കുട്ടികളുടെ മരണം പുനരന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രിയെ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തൃശൂർ IGയെ കേസ് അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ചത്. കേസ് അന്വേഷിക്കാൻ സർക്കാർ SIT നിയോഗിക്കണമെന്നാണ് സമിതിയുടെ ആവശ്യം. കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസ് നീതി നിഷേധമാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഇക്കാര്യവും അന്വേഷണ പരിധിയിൽ വരണമെന്നും വിളയോടി വേണുഗോപാൽ പറഞ്ഞു. അപ്പോൾ അത് വളരെ ആധികാരികമായി പലതരത്തിലുള്ള അന്വേഷണങ്ങളും ബന്ധപ്പെടലുകളും ആലോചനകളും നിയമപരമായ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ ഭൂരിപക്ഷം കേസുകൾ, പ്രത്യേകിച്ച് 14ഓളം കേസുകൾ കൊലപാതകമാണെന്നും പീഡനം മാത്രമല്ല ശാരീരികപരമായി പരിക്കുള്ളതടക്കം വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നട്ടലുള്ള ഒരു പോലീസ് സർജൻ തന്നെ അത് കൊലപാതകമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സാക്ഷ്യപത്രം തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി കൊടുക്കുകയും ആ പൊതു താൽപര്യ ഹർജിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അടുത്ത കാലത്ത് തന്നെ ഡിവിഷൻ ബെഞ്ച് ഒരു തീരുമാനം പറയുകയും, കാരണം അതിൽ ഈ കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിൽപ്പെട്ട കേസുകൾ ഈ അഞ്ചെണ്ണം ഒഴിച്ച് ബാക്കി അതുമാത്രമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് 12 വർഷമായിട്ട് അങ്ങനെ ഒതുക്കി വെച്ചിരിക്കുന്നത്. ആ കേസ് അന്വേഷിക്കാനും മറ്റ് ഈ 5 കേസുകൾ ഒഴിച്ച് ബാക്കി 23 കേസുകളുടെ റിപ്പോർട്ട് CBIനെ കൊണ്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി കൊടുത്തു. ആ പൊതു താൽപര്യ ഹർജിയിലാണ് ഇത്തരം നടപടികൾ ഉണ്ടായതും ഈ കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷൻ പ്രവർത്തനപ്പെട്ടുള്ള ഒഴിവുപാറയിലെ വർഷന്റെ മരണമൊക്കെ അന്വേഷിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കൺവീനർ KC അശോക്, സലിൻലാൽ അഹമ്മദ്, കാർത്തികേയൻ, K വാസുദേവൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മഴ പെയ്തതോടെ തകർച്ച രൂക്ഷമായ കുളപ്പള്ളി ഷൊർണൂർ പാതയിലെ ദുരിതയാത്ര വിട്ടൊഴിയുന്നില്ല. പാതയിലെ കുഴികളടച്ച് തകർച്ച പരിഹരിക്കാൻ ഇക്കഴിഞ്ഞ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ ബസ് ഓപ്പറേറ്റേഴ്സ് സംഘടനാ പ്രതിനിധികളും തൊഴിലാളികളും PWD അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് പരാതി. ബൈക്ക് യാത്രക്കാരാണ് കൂടുതൽ ദുരിതം പേറുന്നത്. വേനൽക്കാലത്തും വർഷക്കാലത്തും കുളപ്പള്ളി ഷൊർണൂർ പാതയിലെ തകർച്ചയ്ക്ക് ഒരു മാറ്റവുമില്ല. മഴ കനത്തതോടെ പാതയിലിപ്പോൾ പലയിടങ്ങളും തകർച്ച രൂക്ഷമായിരിക്കുകയാണ്. പ്രാരംഭത്തിൽ പലയിടത്തും കുഴികളിൽ കോറി വേസ്റ്റ് അടച്ചെങ്കിലും വീണ്ടും തകർച്ച നേരിട്ടിരിക്കുന്നു. കുളപ്പള്ളി മുതൽ പൊതുവാൾ ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിലാണ് കൂടുതൽ കുഴികൾ രൂപപ്പെട്ട് തകർച്ച രൂക്ഷമായിരിക്കുന്നത്. പാതയുടെ തകർച്ചയ്ക്കെതിരെ
ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ രൂക്ഷ വിമർശനമുയർന്നു. കുഴികളടച്ച് തകർച്ച പരിഹരിക്കാൻ കഴിയാത്ത PWD അധികൃതർക്കെതിരെയാണ് ബസ് ഓപ്പറേറ്റേഴ്സ് സംഘടനാ പ്രതിനിധികളും തൊഴിലാളികളും രൂക്ഷ വിമർശനമുയർത്തിയത്. പാതയിലെ തകർച്ച പരിഹരിക്കാൻ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ നടപടിയായിട്ടില്ല. ബൈക്ക് യാത്രക്കാർക്കാണ് കൂടുതൽ ദുരിതം. കുഴികളിൽ വീണ് അപകടങ്ങൾ സംഭവിക്കാനും സാധ്യതയേറെയാണ്. മഴവെള്ളം നിറഞ്ഞ് കുഴികൾ കാണാനും പറ്റാത്ത സ്ഥിതിയാണ്. ദുരിതയാത്രയ്ക്ക് ഉടൻ പരിഹാരമുണ്ടാകണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. CC മുകുന്ദൻ MLA ആയിരിക്കെ വ്യാജൊപ്പിട്ട് പണം തട്ടിയെന്ന പരാതി പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന മസൂദ് K വിനോദ് പിടിയിൽ. അന്തിക്കാട് പോലീസാണ് മസൂദിനെ പിടികൂടിയത്. ഒളിവിൽ കഴിഞ്ഞിരുന്നതിനിടയിലാണ് മസൂദ് പോലീസ് പിടിയിലാകുന്നത്. CC മുകുന്ദന്റെ വ്യാജൊപ്പിട്ട് പണം തട്ടിയെന്നതാണ് മസൂദിനെതിരെയുള്ള പരാതി. പോലീസ് കേസെടുത്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും മസൂദിനെ അറസ്റ്റ് ചെയ്തിരുന്നില്ല. ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച മസൂദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. VS സുനിൽകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന മസൂദിനെ പാർട്ടിയാണ് CC മുകുന്ദന്റെ സ്റ്റാഫ് അംഗമായി നിയമിച്ചത്. മസൂദിനെ മാറ്റണമെന്ന് CC മുകുന്ദൻ ആവശ്യപ്പെട്ടെങ്കിലും പാർട്ടി തയ്യാറായിരുന്നില്ല. മസൂദിനെ ചൊല്ലിയുള്ള തർക്കമാണ് CC മുകുന്ദനെയും CPIയെയും രണ്ട് തട്ടിൽ എത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓങ്ങല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഒരാഴ്ചക്കിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 5 ഡെങ്കി കേസുകൾ. അതേസമയം OPയിൽ പനി ബാധിതരുടെ എണ്ണത്തിലും നേരിയ വർധനവുണ്ട്. പകർച്ചവ്യാധികൾ പടരാതിരിക്കാൻ ജാഗ്രത അനിവാര്യമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശിക്കുന്നു. പഴഞ്ചേരി 13-ാം വാർഡിൽ 3 ഡെങ്കിപ്പനി ഉൾപ്പെടെ പഞ്ചായത്ത് പരിധിയിൽ 5 ഡെങ്കി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡെങ്കി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രദേശങ്ങളിൽ ഫോഗിംഗ് ഉൾപ്പെടെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും നടത്തിയിട്ടുണ്ട്. ഓൾ കേരള പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ അധ്യാപക പരിശീലനവും ജില്ലാ സമ്മേളനം ജൂലൈ 7-ന് പാലക്കാട്ട് നടക്കും. സർക്കാരിൽ നിന്ന് യാതൊരു സഹായവും ലഭിക്കാതിരുന്നിട്ടും പ്രൈവറ്റ് സ്കൂൾ മേഖല പിടിച്ചു നിൽക്കുന്നത് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്നതുകൊണ്ടും രക്ഷിതാക്കളുടെ പിന്തുണയാണെന്നും സംഘടനാ ജില്ലാ സെക്രട്ടറി ജയപ്രകാശ് കുഴൽമന്നം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കെട്ടിട നിർമ്മാണത്തിനോ അധ്യാപക വേതനമോ 1 രൂപ പോലും സർക്കാരിൽ നിന്ന് ലഭിക്കാതെയാണ് സ്വകാര്യ വിദ്യാഭ്യാസ മേഖല പ്രവർത്തിക്കുന്നത്. വിദ്യാർത്ഥികളുടെ കലാകായിക പ്രവർത്തനങ്ങൾക്കും സർക്കാർ പിന്തുണയില്ല. സർക്കാരിൽ നിന്ന് ധനസഹായമോ പിന്തുണയോ ഇല്ലെങ്കിലും സർക്കാരിൽ നിന്ന് പലപ്പോഴും ഈ മേഖലയെ തകർക്കുന്ന സമീപനമാണ് ഉണ്ടാകുന്നത്. സർക്കാർ നടപടികൾക്കെതിരെ സുപ്രീം കോടതി വരെ പോവേണ്ടി വന്നിട്ടുണ്ട്. അധ്യാപക വിദ്യാർത്ഥി നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് AKPSA അധ്യാപക പരിശീലനം നൽകുന്നത്. ഉന്നത വിദ്യാഭ്യാസമുള്ളവരും സർക്കാർ ജോലി ലഭിക്കാത്തവരുമായ ആയിരക്കണക്കിന് അധ്യാപകരാണ് ജോലി ചെയ്യുന്നത്. ഇംഗ്ലീഷ് അധിഷ്ഠിത മികച്ച വിദ്യാഭ്യാസം പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ് പ്രൈവറ്റ് സ്കൂൾ മേഖലയെ രക്ഷിതാക്കൾ ആശ്രയിക്കുകയും പിന്തുണയും നൽകുന്നതെന്നും ജയപ്രകാശ് കുഴൽമന്നം പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെയോ സംസ്ഥാന ഗവൺമെന്റിന്റെയോ യാതൊരു തരത്തിലുള്ള ഒരു സപ്പോർട്ടും ഇല്ലാതെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈ മേഖലയിലെ വിദ്യാർത്ഥികളാണെന്നും ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന 10,000-കണക്കിന് വരുന്ന അധ്യാപകരുണ്ട്. അവരെല്ലാവരും ക്വാളിഫൈഡ് ആയിട്ടുള്ള BEdും TTCയും ഒക്കെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ അധ്യാപക പരിശീലന കേന്ദ്രങ്ങളിൽ നിന്ന് ഇത്തരം അധ്യാപക പരിശീലനത്തിനുള്ള ബിരുദവും ബിരുദാനന്തരവും കരസ്ഥമാക്കിയിട്ടുള്ള അധ്യാപകർ തന്നെയാണ് ഞങ്ങളുടെ മേഖലയിലും ജോലി ചെയ്യുന്നത്. ഇവർക്കുള്ള പരിശീലനം യഥാസമയം ആരും തന്നെ കൊടുക്കാൻ തയ്യാറാവില്ല. അതേപോലെ തന്നെ ഈ മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള ക്വിസ് മത്സരമാണെങ്കിലും കലോത്സവമാണെങ്കിലും കായികമേളയാണെങ്കിലും നടത്താനും ഗവൺമെന്റിന് തയ്യാറാവില്ല. അപ്പോൾ അതിനായിക്കൊണ്ട് അതുപോലെ തന്നെ സംഘടനയുടെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ വിദ്യാലയങ്ങൾ പിടിച്ചു നിർത്താനായിക്കൊണ്ട് അല്ലെങ്കിൽ നിലനിർത്താനായിക്കൊണ്ട് മാനേജേഴ്സിനെ സഹായിക്കാനുള്ള ഒരു സംഘടനയും കൂടിയാണ് ഓൾ കേരള പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ. ഇത് ജില്ലാ പ്രസിഡന്റ് MV കൃഷ്ണൻകുട്ടി, പാട്രെയിൻ സുനിത, രക്ഷാധികാരി R ബാലൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ശക്തമായ മഴയെ തുടർന്ന് പരുത്തിപ്പുറയിൽ ഓടിട്ട വീട് മുകളിലേക്ക് തെങ്ങ് വീണു. മാരിയത്തൊടി സുമതിയുടെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് കടപുഴകി വീണത്. P മമ്മിക്കുട്ടി MLA വീട് സന്ദർശിച്ചു. 2 വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു. ശക്തമായ മഴയെ തുടർന്ന് 2 വില്ലേജ് പരിധിയിലെ പരുത്തിപ്പുറയിലാണ് വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണത്. മാരിയത്തൊടി സുമതിയുടെ ഓടിറ്റ വീടിന് മുകളിലേക്കാണ് വീട്ടുമുറ്റത്ത് നിന്നിരുന്ന തെങ്ങ് വീണത്. ഇന്നലെ വൈകിട്ട് 6-നായിരുന്നു സംഭവം. ആളപായമില്ല. ഷൊർണൂർ 2 വില്ലേജ് ഓഫീസർ PK മോഹൻദാസ് വീട് സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി താലൂക്ക് തഹസിൽദാർക്ക് സമർപ്പിച്ചു. വിവരമറിഞ്ഞ് P മമ്മിക്കുട്ടി MLAയും വീട് സന്ദർശിച്ചു. കൗൺസിലർമാരായ സിന്ധു, ബേബി ഗിരിജ, CPM LC സെക്രട്ടറി ND ദിൻഷാദ് എന്നിവരും MLAയ്ക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെർപ്പുളശ്ശേരി കുളക്കടവ് പൂന്തോട്ടം ആയുർവേദാശ്രമത്തിന്റെ 37-ാം വാർഷികത്തോടനുബന്ധിച്ച് നൽകുന്ന പൂന്തോട്ടം ശങ്കരനാരായണൻ നമ്പൂതിരി സ്മാരക സംസ്കൃത പുരസ്കാരം എഴുത്തുകാരിയും മൂന്നാർ ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പളുമായിരുന്ന ഡോക്ടർ K ഭാരതി അർഹയായി.
25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജൂലൈ 12 നടക്കുന്ന വാർഷികാഘോഷത്തിൽ പുരസ്കാരം സമ്മാനിക്കും. ജൂലൈ 12 നടക്കുന്ന പൂന്തോട്ടം ആയുർവേദാശ്രമത്തിന്റെ വാർഷികാഘോഷ ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആയുർവേദാശ്രമത്തിന്റെ 37ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജൂലൈ 10 രാവിലെ 10 മുതൽ പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി ആയുർവേദ പ്രദർശനം നടക്കും. 12 രാവിലെ 10 മുതൽ പൊതുസമ്മേളനത്തിൽ പി മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിക്കും. യോഗം കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ആൻഡ് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ PM വാര്യർ ഉദ്ഘാടനം ചെയ്യും. പൂന്തോട്ടം ആയുർവേദാശ്രമം മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ PMS രവീന്ദ്രനാഥ് സ്വാഗതം ആശംസിക്കും. പൂന്തോട്ടം CEO ജിഷ്ണു രവീന്ദ്രനാഥ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കും. തുടർന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് മുൻ ചെയർമാൻ ഡോക്ടർ K വിജയൻ ഭാരതിക്ക് പുരസ്കാരം സമർപ്പിക്കും. കാലടി സംസ്കൃത സർവകലാശാല റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ CM നീലകണ്ഠൻ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തും. തുടർന്ന് വിവിധ പുരസ്കാരങ്ങൾ നേടിയ പ്രശസ്ത കലാകാരനായ കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡുകൾ നേടിയ കഥകളി നടൻ കലാമണ്ഡലം കൃഷ്ണകുമാർ, ചെണ്ടകലാകാരൻ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, ഈ വർഷത്തെ ഉസ്താദ് ബിസ്മില്ലാ ഖാൻ യുവ പുരസ്കാരം നേടിയ മിഴാവ് കലാകാരൻ കലാമണ്ഡലം രവികുമാർ എന്നിവരെ പൂന്തോട്ടം ആദരിക്കുമെന്നും MD PMS രവീന്ദ്രനാഥ്, CEO വിഷ്ണു രവീന്ദ്രനാഥ് എന്നിവർ പറഞ്ഞു. കലാമണ്ഡലത്തിൻ്റെ പ്രിൻസിപ്പൽമാരായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള കൃഷ്ണകുമാർ ആശാൻ കഥകളി വേഷത്തിൻ്റെയാണ്, അദ്ദേഹത്തിനാണ് ഒരു അവാർഡുള്ളത്. അതേപോലെ തന്നെ കഥകളിയുടെ തന്നെ ചെണ്ട അധ്യാപകനായിരുന്ന കേരള കലാമണ്ഡലം പ്രിൻസിപ്പലുമായിരുന്ന ഉണ്ണികൃഷ്ണൻ ആശാൻ, കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, ഇവർ രണ്ടുപേർക്കാണ് കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ അവാർഡുകൾ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഉസ്താദ് ബിസ്മില്ലാ ഖാൻ അവാർഡ് 2025 നേടിയിട്ടുള്ള കലാമണ്ഡലം രവികുമാർ, അദ്ദേഹത്തിനെയും ഈ ഫംഗ്ഷനിൽ വെച്ചിട്ട് നമ്മൾ ആദരിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള പാലക്കാട് ചന്ദ്രനഗർ യൂണിറ്റ് 26ാം വാർഷിക സമ്മേളനം നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി നസീർ കള്ളിക്കാട് ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ സ്കോളർഷിപ്പും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. നമ്മളെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായി നമ്മുടെ നാട്ടിൽ ഒരു രാഷ്ട്രീയ സംഘടനകളോ അധികാരത്തിലെ ഭരണവർഗങ്ങളോ ഒന്നും തന്നെ ഈ തൊഴിൽ മേഖല സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഒരു കാര്യം നാളുകൾ ചെയ്തു പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാ നിലക്കുമുള്ള ഒരു സംരക്ഷണമാണ് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള എന്ന നമ്മുടെ ഈ മഹാപ്രസ്ഥാനം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. സർക്കാരുകൾ പോലും നിരവധി നിയമസഭകൾ പരിശോധിച്ചാൽ നമുക്കറിയാം, ലോകസഭകൾ ചർച്ചകളൊക്കെ നമുക്കറിയാം, ഇവിടങ്ങളിലൊന്നും തന്നെ ഈ മേഖലയെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഒരു പദ്ധതിയും സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല. സർക്കാരുകൾ പറയാറുണ്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണമെന്ന്. യൂണിറ്റ് പ്രസിഡന്റ് M രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ ഷാഹുൽ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം സുനിൽ വർക്ക്ഷോപ്പ് നവീകരണ ട്രെയിനിംഗ് എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഇൻഷുറൻസ് വെൽഫെയർ എന്ന വിഷയത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം ഷെരീഫും വിഷയാവതരണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി P പ്രദീപ് വാർഷിക റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ മണികണ്ഠൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. മേഖലാ പ്രസിഡന്റ് N രവിചന്ദ്രൻ, സെക്രട്ടറി കാർത്തിക്, KC ജഗദീശ്വരൻ, C ശശികുമാർ, പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലാളികളുടെ മക്കളിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയവർക്കുള്ള സ്കോളർഷിപ്പും ക്യാഷ് അവാർഡും ചടങ്ങിൽ നൽകി ആദരിച്ചു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് KC ജഗദീശ്വരൻ, സെക്രട്ടറി P പ്രദീപ്, M മണികണ്ഠൻ ട്രഷറർ എന്നിവരടങ്ങുന്ന ഭാരവാഹികളെയാണ് തെരഞ്ഞെടുത്ത. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. ഈ വിജയത്തിന്റെ പങ്ക് കുട്ടികൾക്ക് മാത്രമല്ല, അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും, സ്കൂളിലെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഈ പങ്കെടുപ്പ് നമ്മളെ സംബന്ധിച്ച് നല്ലപോലെ ഒരു ലക്ഷ്യബോധത്തോടു കൂടി ഒരു വർഷം കഷ്ടപ്പെട്ടതിൻ്റെ റിസൾട്ടാണ് നമുക്കിവിടെ സ്കൂളിനകത്ത് കാണാൻ കഴിയും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KP അനിൽ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ VM ബുഷറ, വള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി, റിട്ടയർഡ് അധ്യാപിക പുഷ്പമണി, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ രമേശ്, പഴയന്നൂർ ബ്ലോക്ക് ഡിവിഷൻ അംഗം ശ്രുതി, PTA പ്രസിഡന്റ് KS സബീർ,
SMC ചെയർമാൻ സജിത KS, MPTA പ്രസിഡന്റ് K ചിത്രലേഖ, ഡെപ്യൂട്ടി HM ദീപ MS, V പ്രീത, K ശ്രീധന്യ, ഫവാസ് മൂസ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ M പ്രീതി സ്വാഗതവും HM ഇൻചാർജ് ഷീജാദേവി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോട്ടായി GHSSൽ വേഴാമ്പൽ വായനശാല തുറന്നു. സ്കൂൾ പ്രധാനാധ്യാപിക BD ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിനും പുസ്തകങ്ങളെ അടുത്തറിയുന്നതിനും വേണ്ടിയാണ് ക്ലാസ് മുറിയിൽ തന്നെ വായനശാല തുറന്നത്. ചടങ്ങിൽ അധ്യാപകരായ ഗംഗാബാലൻ, KA അജേഷ് എന്നിവരും സംസാരിച്ചു. ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെയും സജീവ പങ്കാളിത്തത്തോടെയാണ് വേഴാമ്പൽ വായനശാലയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ച് തിരിച്ചെത്തിയ പെരിങ്ങോട്ടുകുരിശി മേഖലയിലെ ഹാജിമാർക്ക് സ്വീകരണം നൽകി. പിലാപ്പള്ളി 3 സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ ചടങ്ങ് സ്റ്റുഡൻസ് കൗൺസിലർ AP അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ വൈസ് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. ഏരിയ വൈസ് പ്രസിഡന്റ് അനസ് മോലോട് ആമുഖ പ്രഭാഷണം നടത്തി. ഹാജിമാർ ഹജ്ജ് അനുഭവങ്ങൾ പങ്കുവച്ചു. ഏരിയ വൈസ് പ്രസിഡന്റ് അനസ് മോലോട് സ്വാഗതവും പിലാപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് അലി നന്ദിയും പറഞ്ഞു. പ്രവർത്തകരായ അൻസാർ, സുലൈമാൻ, സലീം, അഷ്കർ, അബ്ദുൽ ഖാദർ, ഖബീർ, ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മാറ്റുലി. വേൾഡ് കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ മത്സരത്തിലേക്ക് കടന്നിരിക്കുന്നു. അർജന്റീന, ഫ്രാൻസ്, സ്പെയിൻ, ബെൽജിയം തുടങ്ങിയ 8 ടീമുകളാണ് എത്തിയിരിക്കുന്നത്. ജൂലൈ 20 നടക്കുന്ന കലാശ പോരാട്ടത്തിൽ ആര് കപ്പ് നേടും? പ്രതികരണങ്ങളിലേക്ക്. ഇതാവാനാണ് സാധ്യത. ഇപ്പോഴത്തെ സാഹചര്യം കാണുമ്പോൾ കളി ഒക്കെ കാണുമ്പോൾ അവരാണ് ഫൈനലിൽ ഫ്രാൻസ് വരും. എങ്ങനെയാ നിലവാരം എങ്ങനെയാണ് അവർക്കാണ് ചാൻസ്. ഫൈനലിൽ ചിലപ്പോൾ ഫ്രാൻസും അർജന്റീനയും വരാനും സാധ്യത. കപ്പെടുക്കും. ഫ്രാൻസ് കപ്പെടുക്കാൻ സാധ്യത. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള കലാമണ്ഡലത്തിൽ അനധികൃത നിയമനം ആരോപിച്ച് വള്ളത്തോൾ നഗർ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലാമണ്ഡലം ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം. നിയമനം നടത്തണമെന്നും കുത്തിയിരിപ്പ് സമരത്തെ പ്രതികൂലിച്ചും വിദ്യാർത്ഥികൾ രംഗത്ത് വന്നത് സംഘർഷത്തിനിടയാക്കി. സംഘർഷാവസ്ഥ രൂക്ഷമായതോടെ കുന്നംകുളം ACP മുരളീധരന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. കേരള കലാമണ്ഡലത്തിൽ കോൺഗ്രസ് നടത്തിയ അക്രമത്തെ ചെറുക്കണമെന്ന് DYFI. ആവശ്യത്തിന് അധ്യാപകരില്ലാത്ത സാഹചര്യത്തിൽ നിയമപരമായ നടപടികൾ സ്വീകരിച്ച് നടത്തിയ ഇന്റർവ്യൂ തടയാൻ ശ്രമിച്ച കോൺഗ്രസ് നടപടി തികച്ചും അപലപനീയമാണെന്നും നേതാക്കൾ. പാലക്കാട് കിഴക്കൻ മേഖലയിലെ 28 കുട്ടികളുടെ സംശയാസ്പദ മരണം അന്വേഷിക്കാൻ സർക്കാർ പ്രത്യേക സംഘത്തെ നിയമിക്കണമെന്ന് ബാലാതിക്രമ വിരുദ്ധ സമിതി. 28 കുട്ടികളിൽ 14 കുട്ടികൾക്കും മരണത്തിന് മുൻപ് ക്രൂരമായ പീഡനവും മർദ്ദനവും ഏറ്റിട്ടുണ്ടെന്ന് വ്യക്തമായതായും സമിതി. സ്വാഭാവിക മരണമായി എഴുതിത്തള്ളുന്ന ലോക്കൽ പോലീസിന്റെ സമീപനം അന്വേഷണ പരിധിയിൽ വരണമെന്നും ബാലാതിക്രമ വിരുദ്ധ സമിതി ചെയർമാൻ വെളയോടി വേണുഗോപാൽ. CC മുകുന്ദൻ MLA ആയിരിക്കെ വ്യാജൊപ്പിട്ട് പണം തട്ടിയെന്ന പരാതി. പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന മസൂദ് K വിനോദ് പിടിയിൽ. ഒളിവിൽ കഴിയുകയായിരുന്ന മസൂദിനെ പിടികൂടിയത് അന്തിക്കാട് പോലീസ്. ദുരിതമൊഴിയാതെ കുളപ്പുള്ളി ഷൊർണൂർ പാതയിലെ കുഴികളടച്ച് തകർച്ച പരിഹരിക്കാൻ ഇക്കഴിഞ്ഞ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ ബസ് ഓപ്പറേറ്റേഴ്സ് സംഘടനാ പ്രതിനിധികളും തൊഴിലാളികളും PWD അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്നും ആക്ഷേപം. ദുരിതം പേറുന്നതേറെയും ഇരുചക്ര വാഹനക്കാർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.